ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നുണ്ട്, 2-3 ദിവസമായി കാണും ഏകദേശം നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു അൺബോക്സിംഗ് ആയിട്ട് നോക്കുന്നത്, അത് മാത്രം നമ്മുടെ ഈ ചാനൽ ആദ്യത്തെ അൺബോക്സിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സാധനം വാങ്ങിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ കാരണം നമ്മൾ ആദ്യത്തെ അൺബോക്സിംഗ് ആയി കാരണം നമ്മുടെ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് നമ്മൾ ഇടണില്ല. ഞാൻ ഇതിനെ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് ഒരു ഉപകാരമുള്ള സാധനമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ സാധനം വാങ്ങിയത്. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് പോകാം അല്ലേ? ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സിങ് കിടക്കണ മുമ്പ് നമുക്ക് സംഭവം ഒന്ന് കാണിച്ചാൽ ഇതാണ് നമ്മുടെ സംഭവം. കവർ കണ്ട് വിചാരിക്കേണ്ട സാധനം വളരെ ഭയങ്കര ചെറിയ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സാധനം മനസ്സിലായിട്ടുണ്ടാവും, ട്രിപ്പോർഡാണ് സംഭവം. നമുക്കിത് എക്സ്മേറ്റിൻ്റെ 50 ഇഞ്ചിൻ്റെ ഹൈറ്റുള്ള 360 ഡിഗ്രി ഫോൾഡബിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ട്രിപ്പോർഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്ക് ഇതിന് കോസ്റ്റ് ചെയ്യുന്നത് 599 റുപ്പീസാണ് ഇതിന് പ്രൈസ്. ആമസോണിലാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ, ഫ്ലിപ്കാർട്ടിൽ ഞാൻ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ സംഭവം ഒരു വലിയ കവറിലേക്കാണ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്കൊരു സ്റ്റാൻഡൊന്നും ഇല്ല ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ വെച്ച് സാധനമൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. നല്ല ടൈറ്റാണ് സംഭവം. നമ്മൾ കവർ കീറി ഇത്രയും കട്ടിയുണ്ടായിരുന്നു സാധനത്തിന്. ഗൈസ്, അപ്പോൾ നമ്മൾ കവറൊക്കെ കീറിയിട്ടുണ്ട്. നമ്മൾ നല്ല പ്രൊഫഷണൽ ഒക്കെ രീതിയിലാണ് കവർ കീറിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, സാധനം കൊടുക്കും. അപ്പോൾ നമുക്ക് അൺബോക്സിങ് പോകുമ്പോൾ നമുക്ക് ബോക്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയുണ്ട്. സംഭവം കാണിച്ചത് ഇതാണ് സംഭവം. ഇത് പൊളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം ഇതുപോലെ ചെയ്തിട്ട് കാണില്ല. പിന്നെ ബാക്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് കുറച്ച് നിങ്ങൾക്ക് തലതിരിഞ്ഞ് കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. സ്പെക്കൊക്കെ പറയുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത് മെറ്റൽ അലോയ് ആണെന്ന് പറയുന്നത്. അതുപോലെ എക്സ്റ്റൻഡബിൾ ഹൈറ്റ് എന്ന് പറയുന്നത് 115 സെൻറ്റിമീറ്റർ ആണ്, 115 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഡ് ഹൈറ്റ് വിത്ത് മൊബൈൽ ഹോൾഡർ വെച്ചിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കിട്ടും നമുക്ക് 50 ഇഞ്ച്. അത് മാത്രമല്ല 127 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നാണ് പറയുന്നത്. അതല്ല ഫോൾഡബിൾ ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ. മാക്സിമം നമുക്കിതിൽ ലോഡ് കൊടുക്കാൻ പറ്റുന്നത് 5 kg എന്ന് പറയുന്നത്. പക്ഷേ ഇത് 5 kg കൊടുക്കാൻ എനിക്ക് കുഴപ്പമുണ്ടാകുമെന്ന് അറിയില്ല. സാധാരണ ഇത്ര ചീപ്പായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു ബഡ്ജറ്റായിട്ടുള്ള ട്രിപ്പോർട്ടിനൊക്കെ ഒരു ഏകദേശം ഒരു പറയുന്നത് മാക്സിമം ലോഡ് ഇതൊക്കെ പറയുന്നത് ഒരു 1 kg അല്ലെങ്കിൽ 1.5 kg ഒക്കെയാണ് പറയുന്നത്. ഒരു 5 kg പറഞ്ഞിട്ടുണ്ട്. മഴ പൊടിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ ബാഗ് എടുക്കാം. അപ്പോൾ അതർ സ്പെസിഫിക്കേഷൻ 3 സെക്ഷൻ ലെവർ ലോക്ക് ഉണ്ട്, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. പിന്നെ അധികം വലിയ സംഭവമൊന്നും പറയുന്നില്ല. ഫോൾഡബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ബബിൾ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മൊബൈൽ ഹോൾഡർ ഇൻക്ലൂഡഡ്. മൊബൈൽ ഹോൾഡർ നമുക്ക് എൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കേണ്ടി വരില്ല. കമ്പാറ്റബിൾ ഇത് ക്യാമറ ആൻഡ് മൊബൈൽ ഹോൾഡേഴ്സിന് വേണ്ടിയാണ് നമ്മൾ സംഭവം കിട്ടുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയുണ്ട്. നമ്മുടെ ബോക്സൊക്കെ പൊളിച്ചിട്ടുണ്ട്. നമുക്ക് സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗൈസ്, നമ്മളിവിടെ വെച്ചിട്ട് ഇത് പൊട്ടിക്കാം. എൻ്റെ കവർ വരാന്ന് വെച്ചാൽ ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. നമുക്ക് കവർ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയിലുള്ള വന്നിട്ടുണ്ട് സംഭവം. ഗൈസ്, അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ നിർത്തേണ്ടി വന്നു. സംഭവം മറ്റൊന്നല്ല, നമുക്ക് മഴ ചതച്ചു ഗൈസ്. നമുക്ക് മഴ പൊടിയേണ്ടി വന്നു, അതുകൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രൈപ്പോഡിൻ്റെ സ്പെസിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ കവറും കയറി വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ കവർ കയറിയിട്ടുണ്ട്. അപ്പോൾ ബോക്സ് നേരത്തെ ബോക്സ് കാണിച്ചെന്താണ്, എന്നാലും നമുക്ക് ഇരിക്കട്ടെ. ബോക്സ് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫിക്കേഷൻസ്, ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ്, നല്ല ഭയങ്കര സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ ട്രൈപ്പോഡ്. നമുക്കൊരു സ്റ്റിക്കർ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ടേപ്പ് കിട്ടിയിട്ട് ഗൈസ്, ഇപ്പോൾ ടേപ്പ് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് തുറക്കാം സാധനം. നമ്മൾ ടേപ്പ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടില്ല എന്ന് പറയരുത്. നമ്മളിതാ തുറക്കാൻ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ നമുക്കൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു കേസാണ് വന്നിട്ടുള്ളത്, ഒരു ബ്ലാക്ക്. അത് ഓൾമോസ്റ്റ് എല്ലാ ട്രൈപ്പോഡിനും കിട്ടുന്നതിന് ഞാൻ തോന്നുന്നുണ്ട് ഈ കേസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊരു ക്ലിപ്പുണ്ട്, സംഭവം ഓപ്പൺ ആക്കാം നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പോകണേ. ഇതിനുള്ള എന്തൊക്കെയൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ എടുക്കണ മുമ്പ് ഒരു മിനിറ്റ്. ഈ സാധനം എടുത്തതായിട്ട് വേണമെങ്കിൽ തീർന്നു. ഗൈസ്, മൊബൈൽ ഹോൾഡർ എൻ്റെ പിന്നിൽ തന്നെ വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, സാധനം അടിയിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാണ്ട് തുറന്നേ സാധനം താഴ്ത്തി പിന്നെ പൊട്ടി യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ സംഭവം നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ട്രൈപ്പോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ് ബാഗോട്ട് കിട്ടാൻ.
അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് ഒറ്റ സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് നമ്മൾ നോക്കി നടക്കായിരുന്നു. കാരണം നമുക്ക് വീടിനകത്തൊക്കെ നമുക്ക് ഇന്ന് വീഡിയോ എടുക്കണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്, പലവട്ടം നോക്കി പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ വലിയ സ്റ്റെബിലിറ്റി ഒന്നും അല്ല, നമുക്കൊരു സ്റ്റാൻഡ് പോലെ ജസ്റ്റ് ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഇതിന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതിന് മുതൽ എല്ലാ വീഡിയോസും നമ്മൾ ഈ ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ പറയാം. ഇപ്പോൾ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും, ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് സംഭവം. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഇവർ പറഞ്ഞത് 5 kg ഒക്കെ വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഇതിൽ 5 kg ഒക്കെ കൊള്ളുന്നു. അപ്പോൾ ഇതിൽ 2 സംഭവമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ലെങ്ത് നമുക്ക് ഏകദേശം എത്രയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ചെറിയൊരു സാധനം അതൊരെണ്ണം നമുക്ക് അല്ലാത്തിൻ്റെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കുറച്ച് നാളേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സംശയം എന്താ വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ലൂസ് ആവുമെന്ന് എനിക്കൊന്നും അറിയില്ല. കാരണം ഇത് കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടാൻ വേണമെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഉപകാരം ഉണ്ടാവും എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇത്ര അല്ല ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ ഒരു ഇതും കൂടി ഉണ്ട്, അതാണ് ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇല്ല ഗൈസ്, വലിയ ഹൈറ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ലെങ്ത്തിൽ മനസ്സിലായിണ്ടാവും തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഫോണിയുടെ ഹോൾഡർ വെച്ചിട്ട് നമുക്ക് സംഭവം ഫിറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഐഫോൺ വെച്ചിട്ട് നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ റൈറ്റ് ചെയ്ത് തിരിച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആക്കാം, അപ്പോൾ ഇത് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യില്ല. അത് മാത്രമല്ല ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്, അത് ഈ ഹോൾഡർ നമുക്കിങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. 90 ഡിഗ്രി മാത്രമേ തിരിയുള്ളൂ. അപ്പോൾ ആ സാധനം നമുക്ക് 90 ഡിഗ്രി തിരിയുള്ളൂ, ഇത് 90 ഡിഗ്രി തിരിയും. അപ്പോൾ മൊത്തത്തിൽ ഒരു 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റബിൾ ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ക്വാളിറ്റി തന്നെ പറയുന്നത്. പക്ഷേ ഇവർ 5 കിലോ പറയുന്നുണ്ട് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് അത്ര ഉറപ്പില്ല, കാരണം ഇത് താഴത്ത് വെച്ചിട്ട് ജസ്റ്റ് ഷേക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഷേക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഫോണും സാധാ ഒരു നോർമൽ ക്യാമറ പോയിന്റ് ഷൂട്ട് ക്യാമറ അങ്ങനത്തെ സംഭവമൊക്കെ വയ്ക്കുക വലിയ സീൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് തന്നെ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് എന്തായാലും വാങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഇതിന് താഴത്തുള്ള ട്രൈപോഡ് എന്ന് പറയുന്നത് 41 ഇഞ്ച് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുന്നത് 300 തൊട്ട് ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ഇത് 50 ഇഞ്ചാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ലോ ആയിട്ടൊന്നും തോന്നുന്നുണ്ട്. 550 ഇഞ്ചിൽ ഏറ്റവും ലോ പ്രൈസ് ആയിട്ടുള്ള ട്രൈപോഡ് എന്ന് പറയുന്നത് എക്സ്മേറ്റിൻ്റെ സംഭവം തന്നെയാണ്. 50 ഇഞ്ചിൽ ഏറ്റവും കൂടുതൽ ലോ പ്രൈസ് വരുന്നത്. പിന്നെ ഇതിനാണ് ഈ 50 ഇഞ്ച് തന്നെ നമുക്ക് ഇതും കിട്ടും, 50 ഇഞ്ചിൻ്റെ ഈ സംഭവം കിട്ടുന്നുണ്ട്. ഈ ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞ നല്ല ട്രൈപോഡ് നമുക്ക് ഇതിനാണ് ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 700 റുപ്പീസ് നമുക്ക് ആ ട്രൈപോഡ് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും. ആമസോണിൽ തന്നെ സംഭവം കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് ഒരു 600 ബക്സ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് 600 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം, ഇതെങ്ങനെ ഉണ്ടാവും, നമ്മുടെ സ്റ്റെബിലിറ്റി അങ്ങനെ സംഭവമൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഞാൻ നോക്കി പറഞ്ഞുതരാം. ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ സംഭവം അൺബോക്സിന് നമ്മൾ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഏകദേശം ഒരു ഹൈറ്റ് കാണിച്ചത്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഇവിടെ ഏകദേശം എത്രത്തോളം ഉണ്ട്, ഏകദേശം എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ ഏകദേശം അത്ര ഉണ്ട് ഈ ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വലിയ എക്സ്പെക്റ്റേഷൻ വേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രൈപോഡാണ്. അപ്പോൾ ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു അത്യാവശ്യം നമ്മുടെ ഫോണും ഒരു ക്യാമറ ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ക്വാളിറ്റിനെ ഇവർ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ട്രൈപോഡ് കണ്ടാവും. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഏകദേശം നമുക്ക് ഇത്ര തന്നെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുതൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഈ ട്രൈപോഡിലായിരിക്കും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാനിത് ഇടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സാധനം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് കാണിച്ചു തരണം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ അൺബോക്സിങ് ഈ സംഭവം തന്നെ ആയിട്ട് ഞാൻ അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചാനൽ ഇറങ്ങി പാടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോസ് ഒക്കെ നമുക്ക് പിന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.